ഹലോ, വെൽക്കം ബാക്ക് ടു ചായയും കാപ്പിയും. കുറേ നാൾക്ക് ശേഷം നമ്മൾ വോയിസൊക്കെ കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത്ര നാൾ നമ്മൾ ഫെസ്റ്റിവിറ്റീസും അതൊക്കെ ആയിരുന്നല്ലോ. സോ ഇതും ഒരു ഫെസ്റ്റിവൽ തന്നെയാണ്, ദിവാലി. പക്ഷേ നമ്മളങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്യണില്ല. ഞങ്ങൾ ക്ലീനിങ് തന്നെ ദിവാലീൻ്റെ തലേ ദിവസം, അതായത് സൺഡേ ആണ് ക്ലീനിങ് ഒക്കെ തീർക്കുന്നത്. അപ്പോൾ അപ്പോഴെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ രണ്ടുപേരും. അപ്പോൾ ഒരാൾ വാക്യൂം ചെയ്തു, ഒരാൾ തുടച്ചു. സോ ആക്ച്വലി ദിവാലി നമുക്കൊരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ കാരണം നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഇതുവരെ എല്ലാം ഫോളോ ചെയ്ത് വരുന്നവർക്ക് അറിയുണ്ടാവും, നമുക്ക് 4 പപ്പീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, സോറോൻ്റെയും റൂഫീൻ്റെയും. സോ ഈ 4 പപ്പീസിൽ 3 പേര് നമുക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരാൾ നമ്മളടുത്തുണ്ടായിരുന്നു. സോ ആ ഒരാൾ മാത്രമായിട്ട് നമ്മളടുത്ത് ഒരു 1-2 വീക്സ് ആയിട്ടുണ്ട്. സോ നമ്മളുടെ കൂടെ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, അവിടെ ഓടി നടക്കുന്നുണ്ടാകും സോറോൻ്റെയും റൂഫിൻ്റെയും കൂടെ. സോ പുള്ളിക്കാരിക്ക് വേണ്ടി കുറേ എൻക്വയറീസൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ പേരിനെ നമ്മൾക്ക് ഇഷ്ടാവില്ല, കുറേ പേർക്ക് ഫീമെയിൽ വേണ്ട പറയും, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ശരി, അപ്പം നമ്മൾ ഇനിയിപ്പോൾ ആരും എടുക്കുന്നില്ലെങ്കിൽ ശരി നമ്മളെ വെക്കാം എന്നുള്ള ഒരു ഇതിലിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് സൺഡേ ആണ്, അതായത് ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നാണ് ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ തന്നെ കൺഫർമേഷനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളും അങ്ങനെ ഓക്കെ ഒന്നും എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ദിവാലീൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് രാവിലെ അവളെ കൊണ്ടു കൊടുക്കേണ്ടി വന്നു കേട്ടോ. കാരണം അവർ കുറച്ച് ദൂരെയായിരുന്നു, യലങ്ക സൈഡ്. അപ്പം നമ്മൾ ഇന്ദിരാനഗർ വരെ പാതി വഴി നമ്മൾ പോയി, പാതി വഴി അവർ വന്നിട്ട് അങ്ങനെ നമ്മളുടെ പപ്പിക്കുട്ടീനെ നമ്മൾ കൊണ്ടു കൊടുത്തു. അപ്പോൾ അതൊരു ഭയങ്കര പെയിൻഫുൾ ഇതായിരുന്നു കേട്ടോ. നല്ല വീടും ഇതൊക്കെ തന്നെയാണ്, അവർ നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ അവൾ മാത്രമായിട്ട് നമ്മളെ കൂടെ ഇരുന്നതിൽ നമ്മളിങ്ങനെ അവളെ ഫ്രീ ആയി വിട്ട് അവളെ കൂടെ കളിച്ച് ഞാനും റൂഫിയൊക്കെ അവളിനായിട്ട് നല്ലോണം അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുകൊടുത്ത്, അപ്പോൾ ദിവാലീൻ്റെ അന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ പാതി ഡേ അങ്ങനെ പോയിട്ടാ, ഫുൾ ഡള്ളായിട്ടും ഇതൊക്കെ പോയി. ഭാഗ്യത്തിന് ഈ ഡെക്കോർ വർക്ക് ഇതെല്ലാം ഡെക്കറേഷൻ എല്ലാം ഞാൻ സൺഡേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. മൺഡേ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ലല്ലോ. സോ അവളെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ മൺഡേ ദിവാലീൻ്റെ അന്ന് ഉച്ചത്തേന് ബിരിയാണി വെക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പകരം ഞങ്ങൾ ലഞ്ച് പുറത്താണ് കഴിക്കേണ്ടി വന്നത്. കാരണം പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ഞങ്ങൾ 4:30 ആയിട്ടുണ്ടായിരുന്നു, 4 മണി 4:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മിക്സ്ഡ് ഫീലിംഗ് ഉള്ള ദിവാലി ആയിരുന്നു ഇത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ബെറ്റർ. സോ ഇത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയതാണ്. ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ബിരിയാണി വീട്ടിലുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ. പിന്നെ രാത്രി ഉണ്ടാക്കി ഞങ്ങൾ ബിരിയാണി. അതിൻ്റെ ക്ലിപ്സൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ, ഒക്കെ ഭയങ്കര ലേറ്റായിട്ടാണ് പിന്നെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പപ്പിനെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ കോറമംഗലയിൽ കയറിയിട്ട് ഒരു ലഞ്ച് കഴിച്ചു. ഓക്കെ, ഇത് കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കറക്റ്റ് കുളിച്ച് റെഡിയായി പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാനിതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, നമുക്കിവിടെ കാര്യമായി സെലിബ്രേഷനൊന്നുമില്ല, ഉള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കുറച്ച് ക്ലിപ്സും പിന്നെ ഞങ്ങളെടുത്ത റീൽസിൻ്റെ കുറച്ച് BTS എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവർക്കും എഗെയിൻ ഹാപ്പി ദിവാലി. നീ പറയുന്നോട് ഒന്നുകൂടെ. റെഡി, 1 2 തന്നെ വന്നോളൂ കേട്ടോ. തന്നെ വരും. നമുക്ക് ആക്കാം. ഇങ്ങനെ വരില്ലേ, ഇതാക്കിയിട്ട് ഇതിൽ നമുക്ക് തിരിയാം. ഫസ്റ്റ് ട്രയലാണ്, ചുമ്മാ വാ. ആ
ആദ്യം ഡയലോഗ് പഠിക്കുക, എന്നിട്ട് എക്സ്പ്രഷൻ. എന്നെ കാണിക്കണം. ചിലപ്പോ ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് ഈ ഓഡിയോ വേണം ഇടാൻ. ഫസ്റ്റ് ഡയലോഗ് പഠിക്കാം. അതൊന്ന് പോസ്റ്റ് വേണം നിനക്ക്. ടൈമിങ് പോയി. എങ്ങനെയുണ്ട് നോക്കണ എക്സ്പ്രഷൻ? ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കുട്ടികളെന്ത് പൊട്ടുവോ? 5 രൂപ പൊട്ടുവോ? ഞാൻ കൊറേ നേരം വീഡിയോ ആയിട്ട് വെക്കുന്നുണ്ട്. പൊട്ടുവോ? മേലെ പോവോ? നമ്മുടെ ഒരു വീഡിയോ ഇതൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. നിങ്ങളുടെ കയ്യിന്ന പരിപാടികൾ ഞങ്ങളും ഇതൊക്കെ കുറച്ച് കവർ ചെയ്യാം. വ്ളോഗ് ഇടാൻ എന്തെങ്കിലും വേണ്ടേ? കത്തിക്ക് ഇതിനെന്താ പറയാ? തീ കൊടുക്കാന് കിട്ടില്ല. കിട്ടും കിട്ടും. നോക്കിയതാ. ശരി, വരി വരി വരി. അതെ, എന്റെ പിന്നാലെ അറിയാൻ വെച്ചത്. കത്തിക്ക് കത്തിക്ക്. കഴിയട്ടെ, അത് കഴിയട്ടെ. ഇവിടെ അവിടെ കാലം കൊണ്ട്
എടി എടി പടക്കോ പടക്കോ പിന്നല്ല അങ്ങനെ അതിനിടല്ലേട്ടാ. ഇത് സൗണ്ട് എടി ഞാൻ തിരിഞ്ഞെടുക്കുന്ന കുഴപ്പമില്ല. എന്റെ പിന്നാലെ ആരെന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. നിനക്ക് ആ അതാ ഇപ്പൊ വെളിച്ചോ എടുത്ത ആ ഇപ്പൊ എടുക്കണ്ട അത് കിട്ടി. അത് അതെ നാണ അടുത്ത് നിൽക്കുന്ന ഇങ്ങോട്ട് നോക്കി കെട്ടി കെട്ടി കുറച്ചൊക്കെ ബാക്കിലിരുന്ന ഫോട്ടോ ആയിരുന്നു വേണോ ഇത് വേണോ? വീഡിയോ അല്ല, വീഡിയോ കിട്ടി. ഞാൻ ഒന്നും പേടിച്ചാലോടാ എടുക്കുന്ന പോലെ തീർന്ന് ബ്ലോഗിടുള്ള വീഡിയോ വെക്കോ തൊഴുതോ.